السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഏറെ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ വേദിയിലും ഈ മഹത്തായ മജ്ലിസിലും സംഗമിച്ചിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് പ്രപഞ്ചനാഥന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് കൊണ്ട് സംസാരിക്കുവാൻ ഈ ഒരു മഹത്തായ അവസരത്തെ അനുകൂലമാക്കി തന്ന അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഉദ്യമത്തെ നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ സത്യാദർശത്തെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഹിദായത്തിലേക്കുള്ള വെളിച്ചമാകട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കേരളക്കരയിൽ ഒരു നൂറ്റാണ്ടുകാലമായി തൗഹീദിന്റെ അചഞ്ചലമായ പ്രഖ്യാപനവുമായി പ്രബോധന രംഗത്തെ സജീവമായ പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയ കാലത്തിന്റെ പുതിയ സാഹചര്യങ്ങൾ അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഈ മുസ്ലിം ഉമ്മത്തിൽ ചില ആളുകൾ കേവലം ഒരു മനുഷ്യനെ പടച്ചോനാക്കിയ ചില വരികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ആളിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനാണ് സലഫി പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. തെറ്റിദ്ധരിച്ച ആളുകൾക്ക്
ഗുണകാംക്ഷയോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് മറ്റുള്ളവരുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർവഹിച്ച ആ തൗഹീദി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കവേ അള്ളാഹു മഹാനായ പ്രവാചകനോട് പറഞ്ഞത്, ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ എന്നാണ്. ഓ പ്രവാചകരെ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്, മറ്റുള്ളവരിൽ നിർബന്ധം ചെലുത്തേണ്ടവനല്ല എന്ന ഹബീബായ പ്രവാചകനോടടക്കം അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ഇത്തരുണത്തിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം എന്റെ മുന്നിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഉണർത്തി കടന്നു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബി നമസ്കാരത്തിന് ശേഷം വിശദമായി സുഹൃത്ത് ഷാഫി സബാഹി നിങ്ങളുമായി സംസാരിക്കുന്നതായിരിക്കും. അതിലേക്കുള്ള ഒരു ആമുഖം എന്നോണം മാത്രമാണ് എന്റെ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി പറയുവാനും കേട്ട കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായാൽ, പ്രമാണബദ്ധമാണെന്ന് മനസ്സിലായാൽ അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖിനെ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതാനും വർഷങ്ങളായി കണ്ടുപിടുത്തങ്ങളുടെ ഒരുപാട് ഉന്നതികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന മനുഷ്യൻ അവന്റെ നിസ്സാരത ഏറെയേറെ തിരിച്ചറിഞ്ഞ കാലഘട്ടമായിരുന്നു ഏതാണ്ട് ചില വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യ കൊറോണയുടെ സാഹചര്യത്തിൽ ഒരു ചെറിയ വൈറസിന്റെ മുന്നിൽ ലോകം തന്നെ വിറങ്ങലിച്ചു നിന്നൊരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണായ വയനാടിന്റെ വിരുമാറിൽ മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ വളരെ സങ്കടകരമായ ഒരു പരീക്ഷണം. അതുപോലെ തന്നെ അതിന്റെ തൊട്ടു മുമ്പ് മീഡിയകൾ ചൂടുപിടിച്ച് ചർച്ച ചെയ്തിരുന്നൊരു വാർത്തയായിരുന്നു കർണാടകയിലെ ശിരൂരിൽ നടന്ന അർജുൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സുഹൃത്തിന്റെ മരം പേറി വന്ന വാഹനവും അദ്ദേഹത്തിന്റെ ശരീരവും തെരച്ചിൽ നടത്തിയിട്ട് ഇന്ന് വരെ ഒരു അഡ്രസ്സും കിട്ടാത്തൊരവസ്ഥയിലാണല്ലോ ഈ സംസാരിക്കുന്ന സമയം വരെയുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾ ഒട്ടനവധി വികാസങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് എങ്കിലും മനുഷ്യൻ പലതിന്റെയും മുന്നിൽ ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി കൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യന്റെ നിസ്സാരതയും ദുർബലതയും മനസ്സിലാക്കി പ്രപഞ്ചങ്ങളുടെ റബ്ബിലേക്ക് വിനയാന്വിതനായി മടങ്ങേണ്ടതിനു പകരം മനുഷ്യൻ അവന്റെ ധിക്കാരം കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലൂടെയാണല്ലോ നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് അല്ലാഹുവിന്റെ ചോദ്യം, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, നിങ്ങൾ അല്ലാഹുവിനെ എന്തേ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ലേ എന്നുള്ളത് ചോദ്യരൂപത്തിൽ തന്നെ, അല്ലെങ്കിൽ കണക്കാക്കിയിട്ടില്ല എന്നുള്ള രൂപത്തിൽ തന്നെ അല്ലാഹു സംസാരിച്ചത് സൂറത്ത് സുമറിന്റെ 67-ലും അതേ ചോദ്യം തന്നെ സൂറത്ത് അൻആമിന്റെ 91-ലും അല്ലാഹു ചോദിച്ചു. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, ആ ആയത്ത് 2 വചനങ്ങളും തുടങ്ങുന്നത് ഈ സംസാരം നടത്തിക്കൊണ്ടാണ്. അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ അവർ കണക്കാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തുടങ്ങിയത്. ഇതേ വചനം തന്നെയാണ് സൂറത്ത് ഹജ്ജിന്റെ 74-ലും അല്ലാഹു പറഞ്ഞത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, ഖുർആനിന്റെ 3 സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞ വചനമാണ് അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ മനുഷ്യർ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത്. ഇതിൽ അവസാനം പറഞ്ഞ വചനം അല്ലാഹു പറഞ്ഞത്, ഇന്ന് ഇവിടെ ഈ കാഞ്ഞങ്ങാടിന്റെ
ഈ മൻസൂർ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം സംസാരിക്കുന്ന ഭാഗത്താണ് മൂന്നാമത് ഓതിയ വചനം അല്ലാഹു സംസാരിച്ചത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്നുള്ള പ്രയോഗം. ആ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, എല്ലാ മനുഷ്യരെയും അല്ലാഹു വിളിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും അല്ലാഹു വിളിക്കുകയാണ്. ദുലിബ മസലൂ ഫസ്തമിഊ ലഹു, നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെയോ? ആ ഉദാഹരണം നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താണ് ഉദാഹരണം എന്നറിയുമോ? ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആരൊക്കെയുണ്ട്? അത് ജീവനുള്ളതാകാം, ജീവനില്ലാത്തതാകാം, അമ്പിയാക്കന്മാരാകാം, ഔലിയാക്കന്മാരാകാം, തങ്ങന്മാരാകാം, ബാബമാരാകാം, ബീവിമാരാകാം. ആരോടൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ സംസാരം നോക്കൂ നിങ്ങൾ. ഈ 2024 ഈ സമയത്തും എത്ര തിളക്കത്തോടെയാണ് ഈ വചനം നിലനിൽക്കുന്നത്. എല്ലാ ആരാധ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണല്ലോ പറയുന്നത്. നിങ്ങൾ ആരോടൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ? അവരൊരു ദുബാബിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. ദുബാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ പരകോടി സൃഷ്ടിജാലങ്ങളിൽ ദുർബലമായ ജീവിയായ ഒരു ഈച്ചയാണ്. ഒരു ഈച്ചയെ പോലും നിങ്ങൾ വിളിച്ചു തേടുന്ന ആരും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ വിളിച്ചു തേടുന്ന കാണിക്കകളെ സമർപ്പിക്കുന്ന, സങ്കടങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്ന, സന്താപങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്ന, സന്തോഷങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്ന അല്ലാഹുവിന് പുറമെയുള്ള ഏതെല്ലാം ആരാധ്യന്മാരുണ്ട്, ആ ആരാധ്യന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ശരി ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈച്ചയെ സൃഷ്ടിക്കുന്നത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന വല്ലതും ഉണ്ടല്ലോ, ആ കെണിക്കകളിൽ നിന്ന് വല്ലതും ഒരു ഈച്ച അതിന്റെ ചെറിയ കരങ്ങൾ കൊണ്ട് റാഞ്ചി കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ ആരാധ്യന്മാർക്ക് സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു ആ വചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? തേടപ്പെടുന്നവനോ ദുർബലൻ. ആരോടാണോ നിങ്ങൾ തേടുന്നത് അവരും ദുർബലനാണെന്നല്ല പറയുന്നു. എന്നാൽ ആരാണ് നമ്മുടെ രക്ഷിതാവെന്നറിയുമോ? ഈ പറഞ്ഞ കുറവുകളൊന്നുമുള്ളവനല്ല, യാതൊരു ചാബല്യങ്ങളും ഉള്ളവനല്ല, അതിന്റെ കരിനിഴലുകൾ പോലും ബാധിക്കാത്തവനാണ്. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇമ്രാനിന്റെ 190-ാമത്തെ വചനവും 191-ാമത്തെ വചനവുമാണ് ആദ്യമായി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചൊല്ലിക്കേൾപ്പിച്ചത്. ആരാണല്ലോ എന്നറിയുമോ? അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ഒട്ടനവധി വിഷയങ്ങളിൽ അല്ല പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്: തീർച്ചയായും ആകാശം എന്ന് പറയുന്ന പ്രവിശാലമായ സൃഷ്ടിയുണ്ടല്ലോ, ഭൂമി എന്ന് പറയുന്ന വിശാലമായ സൃഷ്ടിയുണ്ടല്ലോ, അതിന്റെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ രാവും പകലും മാറി മാറി വരുന്ന അത്ഭുത പ്രതിഭാസമുണ്ടല്ലോ, ഈ അത്ഭുതകരമായ പ്രതിഭാസത്തിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എങ്ങനെയാണ് ദൃഷ്ടാന്തം എന്നവർ അറിയുമോ? ബുദ്ധിയുള്ളവർ എങ്ങനെയാണ് ചിന്തിക്കുക എന്നറിയുമോ? വിശ്വാസികൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നറിയുമോ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം, അവർ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ് ആകാശത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച്, അവർ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ് ഈ ഭൂമിയുടെ അത്ഭുതത്തെക്കുറിച്ച്, ആ ആകാശഭൂമികൾക്കിടയിലുള്ള ഒട്ടനവധി സൃഷ്ടിജാലങ്ങളെ കുറിച്ചുകൊണ്ട് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും വഅലാ ജുനൂബിഹിം, അവരുടെ പാർശ്വഭാഗങ്ങളിൽ കിടന്നുകൊണ്ടും അവർ ചിന്തിക്കുകയാണ്. ആ ചിന്തിക്കുന്നതിനിടയിൽ ആ അത്ഭുത പ്രതിഭാസങ്ങളുടെ ആ അത്ഭുതം കാണുമ്പോ ആ വിശ്വാസികൾ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? ഇതെല്ലാം CM മടവൂരിന്റെ കഴിവാണെന്നല്ല, ഇതെല്ലാം മുഹമ്മദ് മുസ്തഫയുടെ കഴിവാണെന്നല്ല, ഇതെല്ലാം മമ്പറം തങ്ങളുടെയോ
ഉള്ളാളത്തെ തങ്ങളുടെയോ കഴിവാണെന്നല്ല, ഏതെങ്കിലും ആരാധ്യന്മാരുടെ കഴിവാണെന്നല്ല. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ കാണുന്ന അത്ഭുതകരമായ ഗോചര പ്രപഞ്ചമുണ്ടല്ലോ, ഈ തൂണുകളാൽ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ സ്ഥാപിക്കപ്പെട്ട ആകാശമുണ്ടല്ലോ, ഈ ആകാശമാകട്ടെ, ഈ സമുദ്രമാകട്ടെ, അതുപോലെ തന്നെ ആമസോൺ വനാന്തരങ്ങളാകട്ടെ, ഭൂമിയുടെ കരകളേക്കാൾ അധികമുള്ള സമുദ്രമാകട്ടെ, ആ സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങളിലൂടെ ഒളിയിട്ട് നീണ്ടുന്ന ജീവജാലങ്ങളാകട്ടെ, ഇതൊന്നും റബ്ബേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല കേട്ടോ. അതുകൊണ്ട് റബ്ബേ നീ പരിശുദ്ധനാണ്, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. അതുകൊണ്ട് റബ്ബേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ആ ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ബുദ്ധിയുള്ള വിശ്വാസികളെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധ ബാധ്യത എന്നോണം ചുരുങ്ങിയത് 17 റക്അത്തിൽ അവനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് മുസ്ലിമേ അതിന്റെ അർത്ഥം? ആകാശത്തിന്റെ വിരിമാറിലേക്ക് നിന്റെ വീടിന്റെ ടെറസിൽ ഒരു പായ വിരിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് ആകാശത്തിന്റെ വിഹായസിലേക്ക് നീ നോക്കിയിട്ട് നീ വാക്കൊന്ന് പറഞ്ഞാലുണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ സർവലോക രക്ഷിതാവിനാകുന്നു, ഹിന്ദുവിനെ സൃഷ്ടിച്ച, ക്രിസ്ത്യാനിക്ക് ജന്മം നൽകിയ, മതമുള്ളവന് ജന്മം നൽകിയ, മുസ്ലിമിന് ജന്മം നൽകിയ, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജന്മം നൽകിയ റബ്ബുണ്ടല്ലോ, ആ രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും. ഇതിലെവിടെയാണ് ഒരു വർഗീയത? ഇതിലെവിടെയാണ് ഒരു സഹോദരങ്ങൾ ഒരു പാർഷ്വാലിറ്റി ഉള്ളത്? എവിടെയുമില്ലല്ലോ. ഇതിൽ ബുദ്ധിയുള്ള ഒരു സാധാരണ മനുഷ്യന് പോലും തർക്കമില്ലല്ലോ. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചക പുങ്കവന്മാരുടെ എതിരാളികൾ വരെ ഈ ലോകത്തിന്റെ സിട്ടാവ് റബ്ബാണെന്ന് സമ്മതിച്ചിട്ടില്ലയോ? മക്കയിലെ മുശ്രിക്കുകൾ അവരോട് ചോദിച്ചിട്ടില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത്? അല്ലാഹു പറയുകയാണ്, അവന്റെ ഖുർആനിലൂടെ ഹബീബായ പ്രവാചകനോട് ചോദിക്കാൻ പറയുകയാണ് മക്കയിലെ പടുമുശ്രിക്കുകളോട്, ബിംബാരാധകരോട്, നന്ദികേട് കാണിക്കുന്നവരോട് അല്ല ചോദിക്കാൻ പറയുകയാണെന്ത്? ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്ക് പറയുന്നത്, നോക്കൂ, നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരു വ്യക്തിയെ കാണാം, ഒരു വിവാദ നായകനായ വ്യക്തിയാണല്ലോ അദ്ദേഹം. ആ സ്ക്രീനിൽ കാണിക്കപ്പെടുന്ന വ്യക്തി CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയേക്കാൾ എത്രയോ ഉന്നതരായ വ്യക്തികളോടല്ലേ സഹോദരങ്ങളെ അതേ മക്കയിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഇത് കേവലം ഒരു മനുഷ്യനാണ്. ഈ സംസാരിക്കുന്ന മുനീറാഗ് എന്ന എന്റെ കൈകൊണ്ട് ബ്ലേഡ് കൊണ്ട് വേദനിച്ചാൽ എത്രത്തോളം വേദനിക്കുമോ അതുപോലെ ശരീരം വേദനിക്കുന്നവനാണ്. ഒരു വയറുവേദന പിടിച്ചാൽ കിടപ്പിലാകുന്നവരാണ്. ഒരു പനി പിടിച്ചാൽ അത് 4 ദിവസത്തേക്ക് നീണ്ടു നിന്നാൽ കിടപ്പിലാകുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളെ തേടിയതാരോടാണ്? ഇബ്രാഹിം നബിയോടാണ്. ആരാണ് ഇബ്രാഹിം നബി എന്ന് നിങ്ങൾക്കറിയുമോ? വത്തഖദല്ലാഹ ഇബ്രാഹിമ ഖലീലാ, അല്ലാഹു ഇബ്രാഹിം നബിയെ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു. ആ ഇബ്രാഹിം നബിയോടാണ് മക്കയിലെ മുശ്രിക്കുകളെ തേടിയതല്ലേ? ആർക്കാ അറിയാത്തത്? അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ആ ഇസ്മായിൽ നബിയോടല്ലേ തേടിയത്? ലാത്ത ചില്ലറക്കാരനാണോ? ഉസ്സയും മനാത്തയും ചില്ലറക്കാരാണോ? അവരോടൊക്കെയല്ലേ തേടിയത്? പക്ഷേ അവരോട് ചോദിച്ചിരുന്ന സമയത്ത് ആരോട്? മക്കയിലെ അബൂജഹലിനോട്, മക്കയിലെ ഉത്ബയോട്, മക്കയിലെ ശൈബയോട്. ഇവരൊക്കെയാണല്ലോ അറിയപ്പെട്ട മുശ്രിക്കുകൾ. ഇവരോട് എന്താ ചോദിക്കാൻ പറഞ്ഞത്? ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ്? അതിന്റെ തദ്ബീർ ആരുടെ കയ്യിലാണ്? അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ഈ അബൂജഹലിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നത്, CM-നേക്കാൾ ശ്രേഷ്ഠനാണല്ലോ ഇബ്രാഹിം നബി, CM-നേക്കാൾ ശ്രേഷ്ഠനാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം.
അവരുടെ പേരൊന്നുമല്ല മക്കയിലെ ഖുറൈശികൾ പറയുക, അത് അല്ലയാണെന്ന് ഉറപ്പിച്ചവർ പറയുകയാണ്. ആരാണ് ഈ റബ്ബെന്നറിയുമോ? തുടർന്നുകൊണ്ട് റബ്ബ് പറഞ്ഞു 31:26 ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, ഈ ആകാശത്തിലുള്ളത് അവന്റേതാണ്, ഭൂമിയിലുള്ളതെല്ലാം അവന്റേതാണ്. ആരാണ് റബ്ബെന്നറിയുമോ? ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്, ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാകുന്നു ധന്യനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ. പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കുകൾ ഈ മഹാന്മാരെയൊക്കെ തള്ളിയിട്ടാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് റബ്ബാണെന്നവർ പറഞ്ഞത്. ആ ഒരു വിശ്വാസം പോലും നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്കില്ലാതെ പോയല്ലോ. അതും പണ്ഡിതന്മാരായ ചില വേഷധാരികൾക്കില്ലാതെ പോയല്ലോ എന്നാലോചിക്കുമ്പോൾ ഏറെ സങ്കടകരമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നൊരു ഭാഗത്ത് പറഞ്ഞ വചനം എന്താണെന്നറിയുമോ? 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 65 വായിക്കുമ്പോ അവിടെ അല്ലാഹു പറയുകയാണ്, റബ്ബസ് സമാവാതി വൽ അർള്. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയോഗമാണത്! ഈ റബ്ബിൽ പ്രതീക്ഷയില്ലാതെയായി പോയല്ലോ നമ്മുടെ ഉമ്മത്തിലെ പല ആളുകൾക്കും. ഈ റബ്ബിന്റെ കഴിവിനെ കൃത്യമായി മനസ്സിലാക്കാതെ പോയല്ലോ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾക്ക്. എന്താണെന്ന് പറഞ്ഞത്? റബ്ബസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാകുന്നു ആ രക്ഷിതാവ്. അതിന്റെ മാത്രമാണ് വമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ളതിന്റെയും രക്ഷിതാവാകുന്നു അവൻ. അതുകൊണ്ട് റബ്ബേ, ആ റബ്ബ് പറഞ്ഞത് എന്താണെന്നറിയുമോ അടിമകളോട്? ആ റബ്ബ് ഒന്നേ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ, ഫഅബ്ദുഹു, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണേ, അവനോട് മാത്രം നിങ്ങൾ സഹായം തേടണേ, അവന്റെ മുന്നിൽ മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യണേ എന്ന് മാത്രമാണ് റബ്ബ് പറഞ്ഞത്. അവനിലേക്ക് മാത്രം നിന്റെ ഇബാദത്തുകൾ സമർപ്പിക്കുമ്പോ നിനക്ക് പീഡനങ്ങൾ ഉണ്ടാകും, ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും, ഒരുപാട് പീഡനങ്ങൾ നിനക്കുണ്ടായേക്കാം. പക്ഷേ അവിടെയും റബ്ബ് നമ്മോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്തു തന്നെ പരീക്ഷണങ്ങളാ സത്യത്തിൽ ഉറച്ചു നിന്നാൽ നിനക്കുണ്ടായാലും ഫസ്തബിർ ലിഇബാദതി, അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണേ, ക്ഷമയോടെ ഉറച്ചു നിൽക്കണേ എന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ വചനം സൂറത്ത് മറിയമിന്റെ 65 അല്ലാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഹൽ തഅലമു ലഹു സമീയ, ആ റബ്ബിന് പേരൊത്ത ഒരാളെയെങ്കിലും കാണിക്കാൻ, ആ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ്, അങ്ങനെ ഒരാളെയെങ്കിലും കാണിക്കാൻ, ആ റബ്ബ് എല്ലാം കാണുന്നവനാണ്, അങ്ങനെ ഒരാളെയെങ്കിലും കാണിക്കാൻ, ആ റബ്ബ് ലോകം നിയന്ത്രിക്കുന്നവൻ അവന് മാത്രമാണ്, അവൻ മാത്രമാണ്, അങ്ങനെയുള്ള ഒരാളെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. സൂറത്ത് ശൂറ മറിക്കുമ്പോ അല്ലാഹു അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫാത്തിറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടികർത്താവാകുന്നു അവൻ. ജഅലലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിങ്ങൾക്കാക്കി തന്നവനാകുന്നു അവൻ. വമിനൽ അൻആമി അസ്വാജാ, നിങ്ങളുടെ കാലിവർഗങ്ങളിൽ നിന്നുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. എന്നിട്ട് അല്ലാഹു തുടർന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല കേട്ടോ. ഒരു CM മടവൂരുമില്ല, അതുപോലെ തന്നെ ഒരു തങ്ങന്മാരുമില്ല, ഒരു ബാബമാരുമില്ല, ഒരു ബീവിമാരുമില്ല, ഒരു അമ്പിയാക്കന്മാർ പോലും ഇല്ല കേട്ടോ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. എന്താ അല്ലാഹു പറഞ്ഞത്? വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്ന സമീആണ്, അവൻ എല്ലാം കാണുന്ന ബസീറാണ് എന്ന് അല്ലാഹു പറയുമ്പോ എന്തേ ഈ വചനങ്ങൾ നമുക്ക് മതിയാകാതെ വരുന്നത്? എന്തേ ഈ റബ്ബിനെ നമുക്ക് മതിയാകാതെ വരുന്നത്? അവിടെയാണല്ലോ ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലേ? അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലേ?
നീ രോഗം ബാധിച്ച് ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലാണോ, ഒരുപക്ഷെ ഡോക്ടർ നിന്നെ വിധി എഴുതി തള്ളിയാലും നിന്റെ റബ്ബ് നിനക്കൊരുപക്ഷെ ജീവിതത്തിലേക്കുള്ളൊരു കവാടം ബാക്കി വെച്ചിട്ടുണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നസ്തമിച്ചു പോയാലും അടുത്ത കവാടം ഒരുപക്ഷെ നിന്റെ റബ്ബ് നിനക്കൊരുക്കി വെച്ചിട്ടുണ്ടാകും. കാരണം എല്ലാ നമസ്കാര ശേഷവും നെഞ്ചിൽ തറച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കാണെന്ന്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തടഞ്ഞ ഒന്നിനെ മേടിച്ചു തരുവാൻ ആരുമില്ല റബ്ബേ. അത് യാതൊരു ഔലിയാക്കന്മാർക്കും സാധ്യമല്ല, ഒരു അമ്പിയാക്കന്മാർക്കും സാധ്യമല്ല, ഒരു പടപ്പുകൾക്കും സാധ്യമല്ല റബ്ബേ. മാത്രമല്ല കേട്ടോ, നീ തടഞ്ഞതിനെ മേടിച്ചു തരാൻ ആർക്കും സാധ്യമല്ല, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടഞ്ഞു വെക്കാനും ആർക്കും സാധ്യമല്ല. ഇത് മാത്രം പഠിച്ച പോരെ, ഈ യാഥാർത്ഥ്യം മാത്രം അറിഞ്ഞാൽ തന്നെ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ കഴിവിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിൽ നാം അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ നമ്മുടെ ശ്വാസോച്ഛ്വാസം. ആ മുകളിലേക്ക് വലിച്ചു കയറ്റിയ ശ്വാസമെങ്ങാനും താഴേക്ക് വന്നില്ല എങ്കിൽ ആ താഴേക്ക് വിടാനുള്ള ശ്വാസത്തിന്റെ പ്രക്രിയ പോലും ഇടപെടാൻ ലോകത്ത് ഒരു പടപ്പുകൾക്കും സാധ്യമല്ല, റഹ്മാനായ റബ്ബിനല്ലാതെ. അത്രത്തോളം നിസ്സാരനല്ലേ മനുഷ്യ. 6 അടി പൊക്കമുള്ള നിന്റെ ഈ ശരീരമെന്ന് നീ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുക, അല്ലേ? ഒരു കോഴിക്കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? 28 ദിവസം എടുത്തുകൊണ്ടാണ് കോഴിക്കുഞ്ഞിന് മുട്ടയിൽ രൂപം പ്രാപിക്കുന്നത്. അത് മുട്ടയുടെ തോട് പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ കോഴിക്കുഞ്ഞ് ഓടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ മനുഷ്യ, നീ ഒരുപാട് അത്ഭുതങ്ങളിൽ താണ്ടിക്കടന്നിട്ടുണ്ടെന്ന് പറയുന്ന മനുഷ്യ, നീ 9.5 മാസം ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നു. ഒരു കോഴിക്കുഞ്ഞ് വെറും 28 ദിവസമാണ് കിടന്നത്. പക്ഷേ പുറത്തു വന്നപ്പോഴേക്ക് അത് അനധി വിദൂരമല്ലാത്ത സമയം കൊണ്ടത് നടക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ചിറക് വിരുത്തിക്കൊണ്ട് ഓടി നടക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തള്ളപ്പക്ഷിയുടെ ചിറകിന്റെ ഉള്ളിലേക്ക് നടന്നു ചെല്ലാൻ അതിന് സാധിച്ചു. എന്നാൽ 9.5 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 30 × 9, ആ പിന്നീട് അരമാസത്തിന്റെ 15 ദിവസം കൂടി കൂട്ടിയാൽ 285 ദിവസങ്ങളെടുക്കും. ഈ 285 ദിവസങ്ങൾ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കിടന്നിട്ടും നീ ജനിച്ചു വീണപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. വലവത്തുക ഉമ്മുക യബ്നാദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ فاجهد لنفسك أن تكون إذا بكوا في حال ميتك لهكا مسرورا. നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ നീ കരയുകയായിരുന്നില്ലേ? കൈകൾ ചുരുട്ടിപ്പിടിച്ച് നീ കരയുകയായിരുന്നില്ലേ? അത് എന്തിനാണ് നിനക്ക് സാധിച്ചിരുന്നത്? ഒന്നിനും സാധിച്ചിരുന്നില്ലല്ലോ. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്തവരായിട്ടല്ലേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തു വന്നത്. ഇങ്ങനെ എല്ലാ ദുർബലതകളും സന്നിവേശിച്ച മാനവകുലത്തിലെ ചിലർക്കാണ് ലോകത്തിന്റെ നിയന്ത്രണം ചില വിഡ്ഢികളായ ആളുകൾ ചാർത്തിക്കൊടുക്കുന്നത്. ചില ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെല്ലാം ഉള്ള ആളുകൾക്കാണ് എല്ലാം കേൾക്കുന്നവരാണ് പറഞ്ഞ് അള്ളാഹുവിന്റെ സിഫത്തിനെ ചാർത്തിക്കൊടുക്കുന്നത്. പറയാൻ സമയമില്ലാത്ത രൂപത്തിലുള്ള അള്ളാഹുവിന്റെ കഴിവുകളാണ് സൃഷ്ടികൾക്ക് ചാർത്തിക്കൊടുത്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ കണ്ട് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറയണ്ടാവും. ചോദിക്കുകയാണ്, എന്റെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ്, ആരോടാണ് കൂട്ടരെ നിങ്ങൾ മത്സരിക്കുന്നത്? ആരോടാണ് നിങ്ങൾ വാശി പിടിക്കുന്നത്? റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ചെന്ന് നിൽക്കുന്ന ഒരു അവസരത്തെ നിങ്ങൾക്ക് പേടിയില്ല മനസ്സിലാക്കുന്നവരെ. പറഞ്ഞു നിങ്ങൾ എവിടെ എത്തി? എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഈ കേരളക്കരയിൽ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. അതിലൊരു സംഭവം സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഒരു മുസ്ലിം പറയട്ടെ, വെറുതെയാണോ ലോകം പറഞ്ഞത്? മടവൂർ ശൈഖിലൂടെ അല്ലാതെ ഒരനുഗ്രഹവും നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ സംശയമുണ്ടോ? ഒരിക്കലുമില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ, ഏതെല്ലാം നിഅമത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ,
അത് മടവൂർ ശൈഖുനയിലൂടെ അല്ലാതെ അക്കാലത്തുള്ള ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഇന്നും അങ്ങനെയാണ്. ശൈഖുനായുടെ വഴിയിൽ ആ സ്ഥാനത്തിരിക്കുന്ന മശായിഖന്മാർ, അവരിലൂടെ അല്ലാതെ ഒരാൾക്ക് പോലും അള്ളാഹുവിന്റെ ഒരു സഹായവും കിട്ടുന്നില്ല. കാരണം അതാണ് മഹല്ലു നദറില്ലാഹി അസ്സ വജല്ല മിനൽ ആലം ഫീ കുല്ലി സമാൻ. കേട്ടില്ലേ? ആ സ്ഥാനത്ത് നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അതെല്ലാം CM-ൽ നിന്നാണ് എന്നാണ്. ഇതേ രൂപത്തിലൊരു പ്രസംഗം വേറെയൊരു മുസ്ലിയാരുടെ പ്രസംഗം വൈറലാണ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതിടുന്നില്ല. ഇതിനേക്കാൾ വലിയ നന്ദികേട് എന്തായുള്ളത്? കാരണം എന്താ ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ആ ഒരു പങ്ക് അതാ CM മടവൂരിൽ നിന്നാണെന്ന് പറയുമ്പോ ഇതിനേക്കാൾ വലിയ ധിക്കാരവും നന്ദികേടും ഇനി എന്ത് തെരഞ്ഞു പോകണം എന്നുള്ളതാണ് വളരെ സ്നേഹത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ബുദ്ധിയുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ എന്തെന്നറിയോ? നമ്മൾ ആരും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഇതേതാ പുസ്തകം? നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം, തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ നൗഷാദ് ഹസനിയുടെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും ഒക്കെ ഉസ്താദായിരുന്ന EK ഹസൻ മുസ്ലിയാർ അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. ഖുർആനിന്റെ അർത്ഥങ്ങളും പൊതുജനങ്ങളുമായുള്ള ജനങ്ങളുടെ ബന്ധവും എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ EK ഹസൻ മുസ്ലിയാർ എഴുതി വെച്ചൊരു വരി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തിന്റെ അർത്ഥം പോലും പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. അത് പഠിക്കൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. പ്രത്യേകം സുന്നത്തുമില്ല. പ്രത്യേകം സുന്നത്തില്ല എന്ന് പറഞ്ഞാലേ, ഈ കാഞ്ഞങ്ങാട് എവിടെങ്കിലും ഒരു പെട്ടിക്കടണ്ടെങ്കില് അവിടെ കയറി ഒരു കട്ടൻ ചായ കുടിക്കണ ഒരു കൂലി പോലും ഇല്ല. അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതുപോലല്ല ഖുർആൻ പഠിക്കലേ. ഖുർആൻ പഠിക്കൽ പിന്നെ നൗഷാദ് ഹസൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എല്ലാ അനുഗ്രഹവും CM-ൽ നിന്നാണ് എന്ന് പറഞ്ഞതിൽ അത്ഭുതപ്പെടേണ്ട. കാരണം ഇവരുടെ ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ടെന്താ, നിങ്ങൾ ഖുർആനിന്റെ അർത്ഥം പഠിക്കരുത്, അതൊക്കെ ഉസ്താദന്മാരായി ഞങ്ങൾ പഠിക്കും. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വലിയ ബഹറാണ്. അതിലേക്ക് നിങ്ങളുടെ ചെറിയ തോണിയാകുന്ന ബുദ്ധി കൊണ്ട് നിങ്ങൾ ഇറങ്ങണ്ട, ഒരുപക്ഷെ നിങ്ങൾ മുങ്ങിച്ചത്തുപോകും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരും, അതങ്ങ് കേട്ടോളുക. ഈ ഒരു ദുരന്തം ഇന്ന് കേരളക്കരയിൽ നല്ലോണം വന്നിട്ടുണ്ട്. ആ ഒരു ദുരന്തം തന്നെയാണ് ഇന്ന് നമ്മൾ കുറച്ചു കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന സകല ക്ലിപ്പുകളിലും ഈ നന്ദികേടിന്റെ വാക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖുർആൻ പഠിക്കാൻ പാടില്ല, അതിനർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞു വെച്ചു. ഇതുകൊണ്ട് തന്നെ സൃഷ്ടാവാരാണെന്ന് ജനങ്ങൾ പഠിച്ചില്ല. കാരണം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതല്ല ഖുർആനിലൂടെയാണ് അല്ലേ? മദ്യമില്ലാതെ എന്ത് ജീവിതം, പെണ്ണില്ലാതെ എന്ത് ജീവിതം, യുദ്ധമില്ലാതെ എന്ത് ജീവിതമെന്ന് ജീവിതം കൊണ്ട് പ്രതിജ്ഞയെടുത്തിരുന്ന ജാഹിലിയ അറബികൾ പാവപ്പെട്ട മുണ്ടാപ്രാണിയായ ഒട്ടകത്തിന്റെ സോഫ്റ്റായ മൂക്കിലേക്ക് കൂർത്ത അമ്പ് കുത്തിക്കയറ്റിയിട്ട് അതിൽ നിന്ന് പൊട്ടുന്ന രക്തത്തെ ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ച് അത് കുടിച്ച് ആനന്ദ നൃത്തമാടിയിരുന്ന അതേ സംസ്കാരത്തിന്റെ 0 ഡിഗ്രിയിൽ നിന്നിരുന്ന ജാഹിലിയ അറബികളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹാ അത്ഭുതകരമായ ഗ്രന്ഥം കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന സംസ്കാരത്തിന്റെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആ സമൂഹത്തെ സ്വർഗാവകാശികളാക്കിയത്, ലോകത്തിന്റെ മുന്നിൽ മാതൃകയാക്കാൻ പാകത്തിൽ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ പാടില്ല എന്നും അത് പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ കൂറ്റനാട് മുസ്ലിയാരെ കാഫിർ വരെ ആക്കിയതിന്റെ കഥകളും വാർത്തകളും ഒക്കെ നമ്മൾ വായിച്ചവരാണ്. ഇവിടെ EK ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ പറയപ്പെട്ട സകല മുസ്ലിയാക്കന്മാരുടെയും ഉസ്താദ് എഴുതി വെച്ചത് ഖുർആനിന്റെ അർത്ഥം പഠിക്കണ്ട എന്നാണ്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ നാട്ടുകാരെ ഖുർആനിനെ മനസ്സിലാക്കുക? എങ്ങനെയാണ് സിത്താവിനെ മനസ്സിലാക്കുക? എങ്ങനെയാണ് അവന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുക? എങ്ങനെയാണ് അവന്റെ അജീയതയെ മനസ്സിലാക്കുക? എങ്ങനെയാണ് അവന്റെ കഴിവിനെ മനസ്സിലാക്കുക? കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല, അതിന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല. പഠിക്കൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതിന്റെ തന്നെ അർത്ഥം പഠിക്കൽ പ്രത്യേക സുന്നത്തില്ല. പിന്നെ ജനങ്ങൾ നന്നാവോ?
പിന്നെ ജനങ്ങൾ നന്നാകോ? ലോകത്ത് മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു വലിയ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ ഈ മുസ്ലിയാർക്കന്മാരല്ലാത്ത വർഗം വേറെ ആരവിടുള്ളത്? ഖുർആൻ പഠിക്കണ്ടെന്ന് പറയാൻ അയാൾക്കെന്തധികാരം? കാരണം ഇത് സമസ്തക്കാരുടെ ഗ്രന്ഥമല്ല, മുജാഹിദുകളുടെ ഗ്രന്ഥമല്ല, അറബികളുടെ ഗ്രന്ഥമല്ല, മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല. നേരെ മറിച്ചുകൊണ്ട് ഹുദല്ലിന്നാസ്, ഈ ലോകത്തിലെ 800 കോടി മനുഷ്യരുടെയും സ്വത്താണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മുജാഹിദുകൾ ഉറക്കെ പറയുന്നു, ഇംഗ്ലീഷ് പരിഭാഷയുണ്ടോ, മലയാള പരിഭാഷയുണ്ടോ, ഉറുദുവിലുണ്ടോ, തമിഴിലുണ്ടോ, നിങ്ങൾ അത് പഠിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇരുട്ടുകളൊക്കെ നാടുകിടക്കും എന്നുള്ളതിൽ ലാ ശക്ക ഫീ, അതിൽ സംശയമല്ല. പോയി എവിടെ എത്തി? കണ്ടോ? ജീലാൻ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ചാലിയം ജുമാ മസ്ജിദ് പുറത്തിറക്കിയ ഒരു മുസ്ലിയാക്കന്മാർക്കും തള്ളാൻ കഴിയാത്ത രൂപത്തിൽ അതിന്റെ ചെയർമാനൊക്കെ മുഹിയുദ്ദീൻ കുഴിപ്പുറം എന്നറിയപ്പെട്ട വഹാബികളുടെ പേടി സ്വപ്നം പറയപ്പെടുന്ന ഒരു മുസ്ലിയാരാണ് അയാൾ എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചത് എന്താണ്? അതിന്റെ 9ാമത്തെ പേജിലും അതുപോലെ തന്നെ മറ്റൊരു പേജിലും എഴുതി വെച്ചു, ഈ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. പഠിക്കൽ നിർബന്ധമായി നേരത്തെ പറഞ്ഞില്ലേ, സമയം കളയുന്നില്ല. അതൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അള്ളാഹു സഹായിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അടിമകളും സഹായിക്കുമെന്ന് പറയുന്നിടത്തെത്തി. ഇനി എന്തിനാ ശിർക്ക് തെരഞ്ഞു പോണത്? അതുകൊണ്ട് ഈ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തക്കാരെ, ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് എടുത്തു ചാടുക. പരലോകം നിങ്ങൾക്ക് ശാശ്വതമായി നഷ്ടപ്പെടും. എന്താ സംശയം? പരലോകം എന്ന് പറയുന്ന ലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സുഖാനുഗ്രഹങ്ങളുടെ നഈമിന്റെ ലോകമായ ആ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം എഴുതി വെച്ചത് എന്താ? അള്ളാഹു ഇടപെടുന്നത് പോലെ, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ, അള്ളാഹു കേൾക്കുന്നത് പോലെ ഒക്കെ ചെയ്യുമെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇനി നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് ആളുകൾക്ക് കാണാതെ അറിയുന്നതിന് മുമ്പായിരിക്കും ഈ സി എം സ്മരണികയുടെ 39ാമത്തെ പേജിൽ ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. ഈ ലേഖനം എഴുതിയത് PK മുഹിയുദ്ദീൻ മുസ്ലിയാർ അണ്ടോണ്. ആ CM ആ മുസ്ലിയാർ പറയുന്നതാണ് അതിന്റെ 39ാമത്തെ പേജിൽ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും ഔലിയാക്കന്മാരെ. പിന്നെന്താണോ അള്ളാഹ് സ്ഥാനം പിന്നുള്ളത്? അള്ളാഹു കേൾക്കുന്നത് പോലെ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? പോലെ ഇമാം റാസി പറഞ്ഞിട്ടുണ്ടെന്ന് വെല്ലുവിളിക്കുന്നു ഞാൻ മുസ്ലിയാക്കന്മാരെ. ഈ ഭാവിയിൽ ഈ സംസാരം നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന വല്ല മുസ്ലിയാക്കന്മാരുമുണ്ടെങ്കിൽ ഇമാം റാസി, ഫഖറുദ്ദീൻ റാസി, അള്ളാഹ് കേൾക്കുന്നത് പോലെ എന്ന് പറഞ്ഞത് കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന വഴി അങ്ങ് എടുക്കും. നുണ പറയുകയോ? അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും, അള്ളാഹു കാണുന്നത് പോലെ കാണും. CM സ്മരണികയിൽ അത് എഴുതി വെച്ചു അല്ലേ? അപ്പൊ ഇവർ പടച്ചോനാക്കിന്റെ പിന്നിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടോ? കാരണം എന്താ? ഇവർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അള്ളാനെ പോലെ കാണും, അള്ളാനെ പോലെ കേൾക്കും. കാരണം എന്താ ഈ ദുർഗതി വരാൻ കാരണം? ഇവരുടെ ഉസ്താദ് EK മുസ്ലിയാർ എഴുതി വെച്ചു, എന്ത്? ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമല്ല. പിന്നെ ജനങ്ങൾ മാലിക്ക് പോവില്ലേ? പിന്നെ ജനങ്ങൾ കീറ കിതാബുകളിലേക്ക് പോകില്ലേ? പിന്നെ ജനങ്ങൾ കുത്തുബിയത്തിലേക്ക് പോകില്ലേ? കുപ്പിപ്പാട്ടിലേക്കും മാലപ്പാട്ടിലേക്കും പോകില്ലേ? അത് പഠിക്കാതെ പറഞ്ഞത് മുസ്ലിയാക്കന്മാര് ഖുർആൻ പഠിക്കുന്നതിന് പകരം അത് എഴുതി വെച്ചിട്ടില്ലേ? പിന്നെ എങ്ങനെയാ ഈ സമൂഹം ഇങ്ങനെ പിഴച്ചു പോകാതിരിക്കുക? അതുകൊണ്ട് അത്തരം വേറിയ സകല ചിന്തകളെയും ശിർക്കിന്റെ അന്ധകാരങ്ങളുടെയും കടക്കൽ കത്തിവെക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികളായ പ്രബോധകന്മാർ രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്ന് സകല മുസ്ലിയാക്കന്മാരോട് ഞങ്ങള് സ്നേഹത്തോടു കൂടി പറയാൻ. നിങ്ങൾക്കറിയോ, കേരളത്തില് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ എല്ലാ വിഭാഗവും ഷിയായിസത്തിന്റെ സിട്ടിയാണെന്നുള്ളതിൽ തർക്കമില്ല. ഞാൻ വെറുതെ പറയല്ല, ഞാൻ കേൾപ്പിച്ചേരാ, വെറുതെ പറയല്ല. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുകുലുക്കി വരുന്ന വിഭാഗമാണ് ജൂതന്മാർ. ആ ജൂതന്മാരുടെ പ്രൊഡക്റ്റാണ് ഷിയായിസം എന്ന് പറയുന്നത്. ഈ ഷിയായിസം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അത് വെറുതെ പറയല്ല. ഷിയായിസത്തിന്റെ ഓരോ കിതാബുകളും ഓരോ ആചാരങ്ങളും ഓരോ വിശ്വാസങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതന്മാരുടെ അമീറാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂത നേതാവിന്റെ പുത്തൻ വാദങ്ങൾ എമ്പാടും ഷിയായിസത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാ പറഞ്ഞത് ജൂത സിട്ടിയാണ് ഷിയായിസം എന്ന് പറയുന്നത്. അതിൽ
വിശ്വാസ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ആചാരങ്ങളിലും കർമ്മങ്ങളിലും സകല രംഗങ്ങളിലും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും രൂപമാറ്റം വന്ന് സംഭവിച്ച് കടന്നു വന്ന വിഭാഗമാണ് ഇന്ന് അറിയപ്പെടുന്ന സൂഫികൾ എന്നറിയപ്പെടുന്ന സൂഫിസം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. സൂഫിസത്തിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ അവർ രണ്ടുപേർ അറിയപ്പെട്ടവരാണ്. സൂഫികളിലേക്ക് ചേക്കേറുന്നവർക്ക്, സൂഫികളെ കുറിച്ച് പഠിക്കുന്നവർക്ക് ആ രണ്ടാളെ മറക്കാൻ പറ്റില്ല. അതിൽപ്പെട്ട ഒരാളാണ് അബുൽ ഹാഷിം അൽ കൂഫി എന്ന് പറയുന്ന കൂഫക്കാരനായ ഒരു വ്യക്തി. അബുൽ ഹാഷിം അൽ കൂഫി, ഇദ്ദേഹം ലോകത്തെ ആദ്യത്തെ സൂഫിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ലോകത്തെ ആദ്യത്തെ സൂഫിയാണ് ആര്? അബുൽ ഹാഷിം അൽ കൂഫി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ജനിക്കുന്നത് ഹിജറ 150-ലാണ്. ഹിജറ 2-ാം നൂറ്റാണ്ടിന്റെ ആ സമയങ്ങളിലാണ്. 2-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന അദ്ദേഹത്തെ കുറിച്ച് അഹ്ലുസ് സുന്നയുടെ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്, അതെ, കൂഫയിലെ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട ഷിയയാണ് ഈ സൂഫികളുടെ നേതാവായ ഒന്നാമത്തെ സൂഫിയായ ഈ വ്യക്തി അബുൽ ഹാഷിം അൽ കൂഫി എന്ന് പറയുന്ന വ്യക്തി. ഇയാളാണ് ഒരു പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച്, ഒരു പ്രത്യേക തലപ്പാവൊക്കെ ധരിച്ച് ആളുകൾക്കിടയിലേക്ക് ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വലിയ മാലയൊക്കെ പിടിച്ച് ജനങ്ങൾക്കിടയിൽ സൂഫിയായിട്ട് ഇറങ്ങി വന്ന ആദ്യത്തെ മനുഷ്യൻ അയാളാണ്. രണ്ടാമത്തെ ആളാരെന്നറിയോ? ഞാൻ ചുരുക്കിയാണ്, എനിക്ക് കൃത്യം 6:30 സംസാരം അവസാനിപ്പിക്കണം. സഹോദരങ്ങളെ, രണ്ടാമത്തെ വ്യക്തി അബ്ദക്ക സൂഫി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് അബ്ദുൽ കരീം. നിങ്ങൾ ഇവരെയൊക്കെ മനസ്സിലാക്കി വെക്കണം. എവിടെ നിന്നാണ് ഈ പടച്ചോൻ വിവാദം വന്നത് എന്ന് അതിന്റെ സരത പരിശോധിച്ചാൽ എത്തുന്നത് ജൂതന്മാരിലാണ്, ഷിയായിസത്തിലാണ്, സൂഫിസത്തിലാണ്. സൂഫിസം ഷിയാസിറ്റിയാണ്, ഷിയാസിറ്റി ജൂതസിറ്റിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആര് ഈ അബ്ദക്ക സൂഫി? ആരാണ് ഈ അബ്ദുൽ കരീം എന്ന് പറയപ്പെട്ട ആള്? ഈ പറയപ്പെട്ട സൂഫി വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട മറ്റാളാണ് ഹല്ലാജ്. ഹല്ലാജിനെ ആർക്കും തള്ളാൻ പറ്റൂല, ഹല്ലാജിനെ ആർക്കും തള്ളാൻ കഴിയില്ല. ഈ ഹല്ലാജാര ഒറിജിനൽ ഷിയാസിറ്റിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഹിജറ 309 ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ കറാമത്തുകൾ ചരിത്രം പരിശോധിച്ചു നോക്ക്. ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ കാണാം. ഹജറുൽ അസ്വദ് ഹിജറ 309 ഷിയാക്കളിൽപ്പെട്ട കറാമത്തുകൾ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഏതാണ്ട് ഒരുപാട് വർഷം, 30ഓളം വർഷം ഹജറുൽ അസ്വദ് ഇല്ലാതെ കഅബ നിലകൊണ്ടിട്ടുണ്ട്. ആ ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ വിഭാഗമാണ് കറാമത്തുകൾ. ഹിജറ 309 ഇവരുടെ നേതാവാണ് അബൂ സഈദ് അൽ കർമതി എന്ന് പറയുന്ന വ്യക്തി. ഇയാളാകട്ടെ ഹല്ലാജിന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. ഹല്ലാജാരാണ്? ഇനി സമസ്തക്കാർ വരെ, എന്നിട്ട് ഈ ഹല്ലാജിന്റെ പേര് ഞാൻ പറഞ്ഞത്, ഹല്ലാജിനെ സമസ്തക്കാർ പുകഴ്ത്തിയിട്ടുണ്ട്. ഹല്ലാജ് സൂഫിയാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശക്തമായ ഷിയാസിറ്റിയാണുള്ളത്, ഷിയാവാദങ്ങളാണുള്ളത്. രാജാക്കന്മാരുടെ ദർബാറുകളിൽ ഹല്ലാജ് എത്തിക്കഴിഞ്ഞാൽ ഷിയായിസം പച്ചക്കയാൾ ഛർദിക്കും. എന്നാൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അയാൾ ഇറങ്ങി വന്നാലോ അയാൾ പക്കാ സൂഫിയായിട്ട് അഭിനയിക്കും എന്നൊക്കെയാണ് ഹല്ലാജിനെ കുറിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹല്ലാജ് അവന്റെ കുടുംബക്കാരോട് പറഞ്ഞെന്തറിയോ? ജ്യേഷ്ഠന്റെ ഭാര്യയോടും അനിയന്റെ ഭാര്യയോടും കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളോടും ഹല്ലാജ് പറഞ്ഞൊരു വാക്ക് കാണാം. അയാൾ എഴുതിയൊരു കിതാബിൽ തന്നെ കാണാം, അയാളെ ചരിത്രത്തിൽ കാണാം, നിങ്ങളെല്ലാവരും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ഹല്ലാജ് പറഞ്ഞതാ കുടുംബക്കാരോട്. ആ സമയത്ത് ഹല്ലാജിനോട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ചോദിച്ചു, അല്ല അള്ളാന്റെ മുമ്പിലല്ലേ സുജൂദ് ചെയ്യേണ്ടത്? അപ്പൊ ഹല്ലാജ് പറഞ്ഞു, അത് ആകാശത്തുള്ള അല്ലാ, ഞാൻ ഇങ്ക ഭൂമിയിലുള്ള അല്ലാ. ഇതാര് പറഞ്ഞതാ? ഇത് നിഷേധിക്കാൻ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ വരികയാണെങ്കിൽ ബാക്കിയൊക്കെ പറയാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ? ഇനി ഹല്ലാജിന് നിങ്ങൾ എത്രത്തോളം മധു പറഞ്ഞു ഞാൻ കേൾപ്പിച്ചുതരാം. നിങ്ങൾ ഈ പടച്ചോ വിവാദം ഒന്നും ഇന്നലെ തുടങ്ങിയെന്നല്ല, പണ്ടുണ്ട്. അതാ പറഞ്ഞു മുജാഹിദീങ്ങൾക്ക് ഇതിലൊന്നും അത്ഭുതമല്ല. ഈ ഹല്ലാജ് എന്താ പറഞ്ഞത്? മുകളിൽ ഒരു റബ്ബുണ്ട്, അത് വേറെ, താഴെ ഒരാളുണ്ട് ഭൂമിയിൽ, അതാണ് ഞാൻ. ഈ കുഫറിന്റെ വാദം ഉന്നയിച്ചപ്പോ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഹല്ലാജിനെ അന്നത്തെ മുസ്ലിം ഭരണകൂടം കശാപ്പ് ചെയ്തു കളഞ്ഞിട്ടുണ്ട്. ഹല്ലാജിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് കുഫറിന്റെ വാദം പറഞ്ഞുകൊണ്ട്. ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ ശിക്ഷേതാൻ അല്ലേ? CM മടവൂരിന്റെ മുമ്പേ ഈ വാദം പറഞ്ഞ ആളാണ് ഈ ഹല്ലാജ്. CM മടവൂർ എന്നല്ലത് പറ, CM എന്ന് പറഞ്ഞാൽ അയാളെ പേരില് അയാൾ എന്തോ തലക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ വാങ്കാ പോങ്കോ എന്നൊക്കെ പറഞ്ഞപ്പോ അത് വലിയ പ്രമാണമാക്കി ആരെടുത്തപ്പുണ്ടായ പ്രശ്നമാണ്. അയാൾക്ക് സുഖല്ല, മൂന്നാളെ വിഷയത്തിലെ പേന ഉയർത്തപ്പെട്ടിരിക്കണമെന്ന ഒന്ന് കുട്ടികളാണ്. ഓൾ എന്ത് ചെയ്താലും പറഞ്ഞാൽ അല്ല എഴുതിയേക്കൂല.
രണ്ടാമത്തത് ഉറങ്ങുന്നവനാണ്. ഓൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പറയണു, ഓൻ അറിയുന്നുണ്ടോ? ഓൻ വലിയ ശാസ്ത്രജ്ഞനായിരിക്കും, പക്ഷെ ഉറക്കത്തിൽ ഭയങ്കര വയലായിരിക്കും. അതാരെഴുതിയേക്കൂല, അതല്ല എഴുതിയേക്കൂല. മൂന്നാമതാരങ്ങള് തലക്ക് സുഖമില്ലാത്ത പ്രാന്തന്മാരാണ്. ഓലെന്ത് എഴുതിയാൽ അല്ല, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അല്ല എഴുതിയേക്കൂല. ആ കൂട്ടത്തില് ഞങ്ങള് CM എണ്ണീക്കണത്. പക്ഷേ CM-ന്റെ ആ മടയത്തരങ്ങള്, ആ സ്കലിതങ്ങളുള്ള വാക്കുകളെ, ആ പൊട്ടത്തരങ്ങളെ ഏറ്റുപിടിച്ച് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരത് പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രഭാഷണം നടത്തിയാല് ഓലങ്ങൾ വെറുതെ വിടുവോ? ഇല്ല. ആശയമായിട്ട് തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയോ, മഹാനായ ഇബ്നു ഹജർ അസ്കലാനി നേരത്തെ പറഞ്ഞ ആ സൂഫികളുടെ നേതാവായ പക്കാ ശിആയായ ഹല്ലാജിനെ കുറിച്ച് കൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞ എന്താ? അദ്ദേഹം കാഫിറാണ് എന്ന് അറിവുള്ള ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ മുസ്ലിയാക്കന്മാർക്ക്? ഹല്ലാജിനെ കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾ നിഷേധിക്കുക. അപ്പൊ നിങ്ങൾ പിന്നെ പറഞ്ഞുതരാ. കിതാബടക്കം കൊണ്ടുവരും ഞങ്ങള്. ഇബ്നു ഹജർ അസ്കലാനി ഹല്ലാജ് കാഫിറാണ് എന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി വെക്കുകയാണ്. ഇബ്നു കസീർ ശാഫിഈ മദ്ഹബിലെ മുഫസ്സിറല്ലേ, അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞത് എന്താ? ബാഗ്ദാദിലെ പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇയാൾ പക്കാ കാഫിറാണ്. ആരെ? ഹല്ലാജ് പക്കാ കാഫിറാണ് എന്ന് ബാഗ്ദാദിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഈ വിഭാഗങ്ങളെ വലിയ മാറ്റമൊന്നുമില്ലാതെ വാരിപ്പടർന്ന വിഭാഗമാണ് കേരളത്തിലെ EK ആകട്ടെ, കേരളത്തിലെ AP സമസ്യയാകട്ടെ, ഇനി സംസ്ഥാന സുന്നികളാകട്ടെ, ഇനി കുരുവട്ടൂരികളാകട്ടെ, ഇനി കുരു പൊട്ടാത്തവരാകട്ടെ, ഇനി ആരായാലും ശരി, ഓലൊക്കെ പോരി നടക്കണ വാദം ഇതന്നെയാ. ഈ ഹല്ലാജ് പറഞ്ഞു വെച്ച വാദം എന്താണ്? മുകളിലുള്ള അല്ലാതെ താഴെയുള്ള അല്ല ഞാൻ എന്ന് പറഞ്ഞ് പടച്ചോൻ വിവാദം പണ്ടേ തുടങ്ങിയതാണ്. നിങ്ങൾ നോക്ക്, ഇതൊക്കെ ഒരു പാട്ട് രൂപത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഛർദിച്ചപ്പോ അബ്ദുസ്സമദ് അൽ ഖാദിരി എന്ന് പറയുന്ന പെരിന്തൽമണ്ണക്കാരൻ ഈ പാട്ട് പാടിയപ്പോ ആ പാട്ടു രംഗമൊക്കെ ബഹുമാനായ ഷാഫി സ്വഭായി കാണിക്കും. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും, അല്ലേ? ആ പാട്ടിങ്ങോട്ട് രംഗത്ത് വന്നപ്പോ മുസ്ലിയാക്കന്മാർക്ക് വരളി വീണ്ടോ, അല്ലോ ഇത് നമുക്ക് പണിയാകുമല്ലോ, ഇത് നമുക്ക് കുഴപ്പമാകുമല്ലോ എന്ന് കണ്ടപ്പോ അല്ലെ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് അങ്ങക്ക് കാണാം. ഈ കേരളത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി വല്ലാതെ ഓടി നടന്നിരുന്ന മുസ്ലിയാരാണ്. ഇപ്പൊ വല്ലാതെ അവിടെ കാണുന്നില്ല. ഇപ്പൊ വേറെ ഏതൊക്കെ രംഗത്ത് കൂടി ഇങ്ങനെ തിരിഞ്ഞിക്കുകയാണ്. ആയിക്കോട്ടെ, നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ശിർക്ക് പറയുന്നിടത്തോളം നിങ്ങളെ പിന്നാലെ ഞങ്ങൾ സൈക്കിൾ എടുത്ത് കൂടേണ്ടി ചെയ്യും. ഫൈസൽ ഹസരി രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതെ, ഫൈസൽ ഹസരി രണ്ടത്താണി പറയുകയാണ്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സുന്നികളെ കുതിര കയറാൻ വേണ്ടി അത് വഹാബികൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്നാണ് ഞങ്ങളെ സംശയം. എന്ത്? മടവൂര് പടച്ചോനാണെന്നുള്ള പാട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഒരു പാട്ടുകൾക്ക് പാടുന്നെടുക്കുമ്പോ നമ്മൾ എഴുതി കൊടുക്കണം. പണ്ട് പറയാറുണ്ട് ഉമ്മർ മൗലവി മാല. ഉമ്മർ മൗലവി മാല ഇന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ നമ്മുടെ വല്ലപ്പുഴയിലെ സംവാദം നടന്നത്. ആ വല്ലപ്പുഴ സംവാദത്തിൽ അലവി സഖാഫി കുറച്ച് മൗലൂദുകളെ തള്ളിയപ്പോ കൂട്ടത്തിൽ ഏതോ ഒരു മൗലൂദ്, എനിക്ക് പേര് ഓർമ്മയില്ല, കുറെ ഉണ്ടായോണ്ടേ, ആ മൗലൂദ് കിതാബിൽ ഉദ്ധരിച്ച് അയാൾ പറയാണ് അത് വഹാബികൾ എഴുതി ഉണ്ടാക്കിയതാണ് മൗലൂദേ. അപ്പൊ നിങ്ങൾക്ക് മൗലൂദ് ചെലവിന് അടക്കം ഞങ്ങൾ എഴുതി തരുന്ന അർത്ഥം അല്ലേ? ഫൈസൽ ഹൈസരി പറഞ്ഞെന്താണ്? അതെ, അത് മുജാഹിദുകൾ എഴുതിയതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മുസ്ലിയാരെ, പണ്ട് കാസിമ് ചോദിച്ചൊരു ചോദ്യം വളരെ മാന്യമായിട്ട് ചോദിക്കുകയാണ്, ഉളുപ്പ് എന്ന അക്ഷരം നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം കാരണം അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമാകരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വചനത്തെ വ്യക്തമായി വ്യഭിചരിക്കുകയല്ല ഈ മുസ്ലിയാർ ചെയ്യുന്നത്. ഞങ്ങൾ എഴുതിണ്ടാക്കിയേ എന്ത് പടച്ചോൻ എന്ന് പറയും. ഞങ്ങൾ ചിന്തിക്കാൻ കഴിയണത് അല്ലേ? മുജാഹിദുകൾ അങ്ങനെ പറയില്ല, നിങ്ങൾക്ക് അറിയാം. ഇനി നോക്ക്, വേറെ മുസ്ലിയാരെ കേരളത്തിന്റെ ഒരു തല മുതൽ അങ്ങേ തല വരെ ഒരു വായാടിയായിക്കൊണ്ട് തന്നെ ചാവേറായിട്ട് നടക്കുന്ന ഒരുത്തുണ്ട്, വഹാബ് സഖാഫി മമ്പാട് അല്ലെ. ഓന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നറിയങ്ങള്? ഇത്തരം നിർമ്മിതികൾക്ക് ബാലുശ്ശേരിയും ഫൈസലും ഒക്കെ ഈ വ്യാജന്മാർക്ക് എത്ര കൊടുക്കണത്? വ്യാജന്മാരെ, ഈ പടച്ചോൻ പാട്ടുണ്ടല്ലോ, അതിന് നമ്മൾ പൈസ കൊടുത്ത് പാടിപ്പിച്ചതാണ്. ബാലുശ്ശേരി പൈസ കൊടുത്തിക്കണ്, ഫൈസൽ പോലെ പൈസ കൊടുത്തിക്കണ്. എന്നിട്ട് ഇങ്ങനെ അമ്പക്ക് ക്ലിപ്പ് ഉണ്ടാക്കാനേ ഓലെ കൊണ്ട് പാടിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, അല്പത്തരം നല്ലത് എന്താ പറയാ? വേറെന്താ ഇതിനെ കുറിച്ച് പറയാ? ഇനി മാത്രല്ല, വേറൊരുത്തുണ്ട്, ഒരു മദനി. ആരാണ്? ഹാരിസ് മദനി. അദ്ദേഹത്തിന്റെ പോസ്റ്റൊക്കെ നിങ്ങള് കണ്ടോ? വിറളി പൂണ്ടിങ്ങോട്ട് വന്നിക്കുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയാണ്, അതെ അത് ഞങ്ങൾക്ക് ബന്ധമില്ലാതുമായിട്ട് അത് ചൊല്ലിയവൻ കുഫ്റാണ് ചെയ്യുന്നത്, അവന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ എന്താണ് അവന്റെ ഹുക്കുമ എന്നൊക്കെ
അവര് ചിന്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കൈ കഴുകാൻ കഴിയില്ല മുസ്ലിയാക്കന്മാരെ. കാരണം എന്താ നിങ്ങൾ നോക്കേ, ഈ മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനം എഴുതിയൊരു ഫൈസി ഉണ്ട് അല്ലേ, മുസ്തഫൽ ഫൈസി. അദ്ദേഹം പലിശ ഫൈസി എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പൊ അതൊക്കെ തിരുത്തിക്കണമെന്ന് കേട്ടോ, അല്ലാഹു ആലം കേട്ടോ. അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്, എന്ത് കിട്ടിയാലും അദ്ദേഹം വ്യാഖ്യാനിക്കും. എന്ത് കിട്ടിയാലും വ്യാഖ്യാനിക്കും. മുഹിയുദ്ദീൻ മാല അയാൾ വ്യാഖ്യാനിച്ചു. ഈ ഹല്ലാജുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളത് മുഹിയുദ്ദീൻ മാല ഈ വരി വായിച്ച മനസ്സിലാവും. ഹല്ലാജാര സൂഫി, ഓൻ എന്താ പറഞ്ഞത്? ഞാൻ ഭൂമിയിലെ പടച്ചോൻ അല്ലേ. ഹല്ലാജുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ മുസ്ലിയാക്കന്മാരെ? ഇത് മുഹിയുദ്ദീൻ മാലയാണ്. മുഹിയുദ്ദീൻ മാലയിൽ നിങ്ങൾ ഹല്ലാജിന് മധു പറഞ്ഞില്ലേ? എന്താ കണ്ടു നോക്കൂ നിങ്ങൾ. ഹല്ലാജെ കൊല്ലുന്നാളെന്നു ഞാനുണ്ടെങ്കിൽ അവർ കൈപിടിച്ചേനെന്ന് പറഞ്ഞോവർ അല്ലേ. അതൊരു പ്രത്യേക ഭാഷയാണ്. പറഞ്ഞോവർ എന്നുള്ള പറഞ്ഞോവർ എന്നൊക്കെ പറയാ. ആയിക്കോട്ടെ, എന്താ പറഞ്ഞത്? ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവരുടെ കൈ ഞാൻ പിടിക്കും. എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കണത്. ഹല്ലാജിനെ കുഫ്രാരോപിച്ചതിന്റെ പേരിൽ കൊന്നു എന്നുള്ളപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക ഭരണകൂടം, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ആ കൊല്ലുടോലെ കൈ ഞാൻ പിടിക്കും. മുഹ്യിദ്ദീൻ ശേഖ് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക പത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ വളരെ മാന്യമായിട്ട്, നിങ്ങളല്ലേ പറഞ്ഞത് നൂഹ് നബിയുടെ കപ്പൽ എന്റെ തോളുമായിരുന്നു? നൂഹ് നബിന്റെ കപ്പൽ മുഹ്യിദ്ദീൻ ശേഖിന്റെ ഷോൾഡറിലായിരുന്നു. ഈ ഹല്ലാജിന്റെ മുമ്പ് വന്ന ആളല്ലടോ നൂഹ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. മുഹ്യിദ്ദീൻ മാലയിലുണ്ട് അല്ലേ? ആര്? ഈ മുഹ്യിദ്ദീൻ ശേഖ്. അപ്പൊ ഇവിടെ പറഞ്ഞെന്താ? ഹല്ലാജിനെ കൊല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ കൈ പിടിച്ചേനെ. അപ്പൊ ഹല്ലാജിന്റെ മുമ്പല്ലേ ഇബ്രാഹിം നബിക്ക് വന്നത്? ഹല്ലാജിന്റെ മുന്നല്ലേ ഈ നൂഹ് നബിക്ക് വന്നത്? അപ്പോ എന്തിനേയും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മുസ്തഫൽ ഫൈസി അതിന് ഒരു വ്യാഖ്യാനം കൊടുത്തെന്താ നിങ്ങള്? ഹല്ലാജിനെ കൊന്ന അന്ന് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവിടെ ഉദ്ദേശം. ഞാൻ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഹല്ലാജിനെ കൊല്ലുന്ന ഞാൻ തടഞ്ഞിരുന്നു. പെങ്ങളല്ലേ പറഞ്ഞത് എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഷെയ്ഖ് ജീലാനി കാണുന്നുണ്ട്, എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഷെയ്ഖ് ജീലാനി കാണുന്നുണ്ട് എന്നും അദ്ദേഹം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അതേ ഹൃദയങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലോകത്ത് ഒരു ഇലയിറങ്ങിയാൽ നടക്കുന്നത് ഷെയ്ഖ് ജീലാനി അറിയണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തേ ഹല്ലാജിനെ കൊല്ലുന്ന ഷെയ്ഖ് അറിഞ്ഞില്ലേ അല്ലേ? എന്താ ഈ നുണ പറഞ്ഞാൽ നിങ്ങൾ പലതിലും കുടുങ്ങേണ്ടി വരും. എന്നിട്ട് ഹല്ലാജിന്റെ മധു പറയണെന്തറിയോ? ഹല്ലാജി ഞാൻ ഭൂമിയിലെ പടച്ചോനാണെന്ന് പറഞ്ഞ ഹല്ലാജിനെ കുറിച്ച് മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനത്തിൽ മുസ്തഫൽ ഫൈസി മധു പറഞ്ഞത് എന്താണ്? ഹിജ്റ 3ഉം 4ഉം നൂറ്റാണ്ടുകളിലായി ബാഗ്ദാദിൽ ജീവിച്ച പ്രശസ്ത പണ്ഡിതനും സൂഫി വര്യനുമാണ് മഹാനായ ശൈഖ് ഹല്ലാജ്. അപ്പൊ ഹല്ലാജ് നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഹല്ലാജാര കാബത്തിന്റെ അടുക്കുണ്ടായിരുന്ന അജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ ഒരുത്തന്റെ ഫ്രണ്ട്. അയാളാരാ? പക്ക ഷിയായിസം ആരെ സിട്ടിയ? ജൂത സിട്ടി. അപ്പൊ ഈ ജൂതന്മാരിൽ നിന്ന് കടന്നു വന്ന ഒരുത്തനാണ് ആര്? ഹല്ലാജ്. ഹല്ലാജിനെ മുസ്ലിം ഭരണകൂടം കൊന്നുകളഞ്ഞപ്പോ എന്തിനാണ് മുസ്തഫൽ ഫൈസി സമസ്തക്കാരെ നിങ്ങൾ വലിയ പവിത്രമായി കാണുന്ന മുഹിയുദ്ദീൻ മാലയിൽ ഹല്ലാജിന്റെ മതി പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ ഈ പടച്ചോൻ പാട്ട് വിവാദത്തെ തള്ളിക്കളയാൻ കഴിയും? പേരോട് മുസ്ലിങ്ങളെ കഴുത്തിൽ വെച്ച് കിട്ടും ഞങ്ങള്. നിങ്ങൾക്ക് ബന്ധമില്ലാന്നോ? ബന്ധമില്ല എന്ന് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യമായി നിങ്ങൾ മുഹിയുദ്ദീൻ മാല തോട്ടിലേക്ക് വലിച്ചെറിയണം. കാരണം മുഹിയുദ്ദീൻ മാലയിൽ ഹല്ലാജിന്റെ മതി പറഞ്ഞിട്ടുണ്ട്. ഹല്ലാജ് എന്താ പറഞ്ഞത്? ഞാൻ ഭൂമിയിലെ പടച്ചവനാണ്. ഇല്ല, നിഷേധിക്കാൻ പറ്റുമോ? അയാളത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുക, എല്ലാം കേൾക്കുന്നവനായ അറിയുന്നവനായ റബ്ബിലേക്ക് തിരിച്ചു നടക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഏതായാലും കേൾക്കണില്ല. എന്നാൽ നിങ്ങൾക്ക് നൗഷാദ് അല്ല കബീർ ബാക്കി ഒരു ഉപദേശം തരുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കി നിങ്ങള്. അയാളെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താവോ നോക്കുക. ഇല്ലാ കഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ 1000-ലൊരംശം ഖുർആനും ഹദീസും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഇത്തിബാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആരിഫീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും കാണിച്ചു തന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റമുണ്ടാകുമായിരുന്നു. കേട്ടില്ലേ? ഈ കള്ളക്കഥകളും അതുപോലെ തന്നെ മായാവി കഥകളൊക്കെ പറയാൻ ഉപയോഗിച്ച സമയം കൊണ്ട്
അള്ളാഹുവിനെ പഠിപ്പിച്ചാൽ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചാൽ, പ്രവാചകന്റെ ചര്യ പഠിപ്പിച്ചാൽ ഈ സമൂഹത്തിൽ എന്ത് മാറ്റമുണ്ടാകുമായിരുന്നു? അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരെ മടങ്ങുക, സമയമുണ്ട്. ജീവിതത്തിൽ രംഗബോധമില്ലാത്ത കോമാളിയായ മരണം കടന്നു വരുന്നതിന്റെ മുന്നേ ചിന്തിക്കാൻ സമയമുണ്ട്. ഈ വിശ്വാസവുമായിട്ടാണ് നിങ്ങൾ പരലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് എങ്കിൽ റബ്ബി ലൗലാ അഖ്റതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരു സമയം കൂടി കുറച്ച് സമയത്തേക്ക് നീട്ടിത്തരുമോ എന്ന് പറയാൻ സമയത്തിന് കാത്തു നിൽക്കാതെ വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ കാറി വിളിച്ച് കരയാനുള്ള അവസരമുണ്ടാക്കാതെ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും ഇതേവരെ കേൾക്കാത്ത, ഒരു മനസ്സും ഇതേവരെ വിഭാവനം ചെയ്യാത്ത സ്വർഗലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. പ്രവാചകന്മാർ നടന്ന വഴിയാണത്, സ്വഹാബത്ത് നടന്ന വഴിയാണത്, സഹാബികളെ കണ്ടുപഠിച്ച അടുത്ത തലമുറകൾ നടന്ന വഴിയാണത്, തബഉത്താബിഈങ്ങൾ നടന്ന വഴിയാണത്. അത് മാത്രമാണ് വിജയത്തിന്റെ വഴി. അതാണ് ഹബീബായ റസൂൽ എന്ന് പറഞ്ഞ വചനം. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വിശാലമായ മരുഭൂമിയിൽ ചൂണ്ടുവിരൽ കൊണ്ടൊരു വര വരക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വരയിൽ കൈവച്ചുകൊണ്ട് മഹാനായ റസൂലുള്ള പറഞ്ഞ വചനം എന്താണെന്നറിയുമോ? വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. സഹാബികളെ, ഇതാകുന്ന നേരായ വഴി, ഈ നേരായ വഴിയെ നിങ്ങൾ പിൻപറ്റുക. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. ആ വഴി ഏതാണ്? യാതൊരു സംശയവും വേണ്ടതില്ല, അത് വിശുദ്ധ ഖുർആനിന്റെ വഴിയാണ്, പ്രവാചക ചര്യകളുടെ വഴിയാണ്. അതിന് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ വഴിയിലൂടെ ക്ഷമയോടെ നടന്നു നീങ്ങുക. വലാ തത്തബിഉസ് സുബുല, അന്യമായ വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. അന്യമായ വഴികളേതാണ്? ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് വൽ ബിദ്ഉ വശുബഹാത്ത്, അത് ബിദ്അത്തിന്റെ വഴികളാണ്, സംശയാസ്പദമായ വഴികളാണ്. ആ വഴികളെ കൈവടിഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങൾക്ക് നൽകിയ വസീയത്തിനെ നിങ്ങൾ സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ മാർഗത്തിൽ പെടാനാണ് മുസ്ലിമേ, കാഞ്ഞങ്ങാറുള്ള സമസ്തക്കാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല. ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങളോട് യാതൊരു വിദ്വേഷവുമില്ല. ആശയ വ്യത്യാസമല്ലാതെ വ്യക്തിപരമായ വിദ്വേഷമില്ല. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഇന്ന് അസ്ർ സ്വല നമസ്കരിച്ചപ്പോ പറഞ്ഞില്ലേ റബ്ബിനോട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏ റബ്ബേ നേരായ വഴിയിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന്. ആ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോ ആ വഴി ആരുടേതാണെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് റബ്ബേ അത്. നിന്റെ കോപത്തിനിരയായവരുടെ വഴിയല്ല, വഴിപിഴച്ചു പോയവരുടെ വഴിയുമല്ല. ആ വഴിയിലൂടെ നീ ഞങ്ങളെ നടത്തല്ലേ റബ്ബേ. ആ വഴിയിലൂടെ നടന്നവരല്ല അനുഗ്രഹിച്ചവർ ആരാണ്? അതേ വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആ അനുഗ്രഹിക്കപ്പെട്ടവർ അമ്പിയാക്കന്മാരാൻ, പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായ അമ്പിയാക്കന്മാരാൻ. ആ അമ്പിയാക്കന്മാരെ കണ്ടുപഠിച്ച് ആ വഴിയിലൂടെ നടന്നുപോയ സുദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അവരുടെ വഴിയെ ഞങ്ങളെ നീ വഴി നടത്തണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സത്യം അന്വേഷിക്കാൻ ഇന്നു മുതൽ നമ്മൾ രംഗത്തിറങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ അടുക്കലേക്ക് മരണത്തിന്റെ മലക്ക് വരുന്നത് എങ്ങനെയാണെന്നും ഖുർആൻ പറഞ്ഞു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അതേ, എന്റെ റബ്ബ് അല്ലയാണെന്ന് പറയുകയും ഇസ്തിഖാമത്തോടുകൂടി നേരാമെന്ന് നിലനിൽക്കുകയും ചെയ്തവർ ആരാണ്? അവരുടെ അടുക്കിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയുമോ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ടിതാ സന്തോഷ വാർത്ത നിങ്ങൾക്കുണ്ട്. ആ വാർത്ത കേട്ട് വിട പറയാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് മനസ്സിന്റെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിദ്ധരിച്ചവർക്ക് സത്യത്തിന്റെ വഴികളെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന് നമ്മുടെ ദഅവ സംരംഭങ്ങൾ അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ വഴിയിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് മരണത്തിന്റെ സക്കറാത്തിന്റെ ഹാലിൽ മരണം കണ്ടെത്തുന്ന സമയം വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ വിശിഷ്യ ഫലസ്തീനിന്റെ മണ്ണിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് അല്ലാഹു ഒരു സ്വതന്ത്ര ഫലസ്തീനിനെ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വയനാടിന്റെ മണ്ണിൽ കുടുംബങ്ങളെ നഷ്ടപ്പെട്ട, കുട്ടികളെ നഷ്ടപ്പെട്ട, ഭാര്യ സന്താനങ്ങളെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, വീടിനെ, നാടിനെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി ആളുകൾ ഇന്നും സങ്കടക്കടലിൽ ജീവിക്കുകയാണ്. അല്ലാഹു അവർക്ക് ക്ഷമയും സഹനവും വേണ്ടുവോളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.